ഹലോ, ഡേ ബൈ ഡേ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു മോരുകറി തയ്യാറാക്കിയാലോ. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം കൂടാൻ പാടില്ല. എന്താ വെച്ചാൽ തൈര് കറിയല്ലേ. തൈര് കറിയിൽ ഓൾറെഡി പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ വെള്ളം കൂടുതലായിട്ട് വരുള്ളൂ. അപ്പോൾ കുറച്ച് ലൂസാവാനേ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്യുക. സ്റ്റവ് കത്തിക്കുക, ചട്ടി അടുപ്പത്ത് വയ്ക്കുക. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്നതിന് അതിന് ശേഷം 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു 4-5 വെളുത്തുള്ളിയാണ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ആ ഇഞ്ചിയിലെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അതുമാതിരി പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ പച്ചമുളകിന് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു പിഞ്ചേ വേണ്ടുള്ളൂ. ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ മോര് കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു കറി വേഗം ഉണ്ടാക്കാൻ പറ്റിയതാണ് മോര് കറി കേട്ടോ. അപ്പോൾ അധികം മോര് പുളിക്കാൻ പാടില്ല. നന്നായി പുളിച്ച് വരാൻ പാടില്ല. കുറച്ച് പുളിയേ പാടുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ മോര് കറി ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് നല്ല പപ്പടം, ചോറിൻ്റെ കൂടെ പപ്പടം, തൈര് കറി, നെക്സ്റ്റ് വറുത്ത് സ്രാവിൻ്റെ കഷ്ണം കൂടെ ഉണ്ട് വെച്ചാൽ അടിപൊളി കേട്ടോ. സ്രാവെന്ന് ഇല്ല നമ്മുടെ ഉണക്കമീൻ ഏതാണെന്ന് വെച്ചാലും ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വായിലിങ്ങനെ വെള്ളം വരും അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കണേ. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഫസ്റ്റ് ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊരിഞ്ഞ് പോകത്തുള്ളൂ. നല്ല മൊരിഞ്ഞ് കളറൊക്കെ മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റിന് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിന് ഇട്ട് കൊടുത്തത്. ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ റെഡൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് ബ്ലാക്ക് കളറായിരിക്കുള്ളൂ, കരിഞ്ഞു പോകുള്ളൂ നമ്മുടെ വറ്റൽമുളക്. ഇനി കുറച്ച് മസാലകളും കൂടി ഉണ്ട് ഇതിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് കായപ്പൊടി മതി. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ എണ്ണയിൽ കിടന്നിതൊന്ന് മൊരിക്കുക. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിയും പച്ചമുളക് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് രുചി ഉണ്ടാകത്തുള്ളൂ തൈര് കറിക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം നമ്മൾ എടുത്ത് വെച്ച തൈര്, ഉടച്ച് വെച്ച തൈരാണിത് കണ്ടോ. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പമാണ് ഈ തൈര് കറി ഉണ്ടാക്കാൻ കണ്ടോ. അപ്പോൾ ഇത് തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. തിളയ്ക്കാതെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് സ്റ്റവ് ഒന്നുകൊണ്ട് ഓഫ് ചെയ്താൽ മതിയാവും കേട്ടോ. പദം മാതിരി ഇങ്ങനെ വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പിരിഞ്ഞു പോവുള്ളൂ. പിരിഞ്ഞു പോകാത്ത തരത്തിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് ചൂടായാൽ മതിയാവും തൈര് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പില്ല എങ്കിൽ ഉപ്പൊക്കെ നോക്കിക്കോണേ. അപ്പോൾ എനിക്കിതിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത്
ഈ ബബിൾസ് ഈ പദം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പാകട്ടോ. തൈര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പപ്പടം നല്ലതാണ്, പിന്നെ ഉണക്കമീൻ നല്ല സൂപ്പർ സാധനമാണ്. ഇത് കൂട്ടി കഴിക്കാൻ കേട്ടോ. ഇങ്ങനെ കൂട്ടി കഴിക്കാത്തവരൊക്കെ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.